യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ചിലപ്പോഴൊക്കെ വഴക്കുകളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ അവസാന വാക്ക് പറഞ്ഞു നിർത്തുന്ന വ്യക്തിയാണ് വിജയിച്ചതായി നമ്മൾ കരുതുക, വലിയവനാണെന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുക. ശിഷ്യന്മാരുടെ ഇടയിലും തർക്കമുണ്ടായിരുന്നു, അവരിൽ വലിയവൻ ആരെന്ന് കണ്ടുപിടിക്കുവാൻ. ഈശോ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ നിശബ്ദരായിട്ടിരുന്നതേ ഉള്ളൂ. കാരണം അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ആരാണ് വലിയവനെന്ന് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും ചെറിയവൻ തന്നെയാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും അവസാനത്തവൻ തന്നെയാണ് ഒന്നാമൻ. മറ്റുള്ള മുമ്പിൽ ചെറുതായി അവരെ ശുശ്രൂഷിക്കുമ്പോൾ നാം വലിയവരായി മാറുകയാണ്. ഈശോ അങ്ങനെ ഒത്തിരി ചെറുതായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാനും മാത്രം ചെറുതായപ്പോൾ അവൻ വലിയവനായി. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും മാത്രം അവൻ ചെറുതായപ്പോൾ അവൻ ഒത്തിരി വലിയവനായി. അതുകൊണ്ട് മറ്റുള്ള മുമ്പിൽ ചെറുതായിക്കൊണ്ട് വലിയവരാകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.